മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം പറഞ്ഞൊരു വാക്ക് എന്നെ എപ്പോഴും സ്വാധീനിക്കാറുണ്ട്. അതിങ്ങനെയാണ്: ബെസ്റ്റ് ബ്രെയിൻ ഓഫ് ദ നേഷൻ യു മേ ഫൗണ്ട് ഇൻ ദ ലാസ്റ്റ് ബെഞ്ചസ് ഓഫ് ദ ക്ലാസ് റൂം. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിശാലിയെ നിങ്ങളുടെ ക്ലാസ് റൂമിലെ ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ വെച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെയാണ്. കാര്യം, ഈ രാജ്യത്തിൻ്റെ ബുദ്ധിശാലിയായ VSSക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ബുദ്ധിരാക്ഷസൻ പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറി. അദ്ദേഹം ഇരുന്നത് ലാസ്റ്റ് ബെഞ്ചിലാണ്. അങ്ങനെ തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ ഓർക്കേണ്ടത്, ഏറ്റവും ചെറുതെന്ന് കരുതുന്ന, ഏറ്റവും വിലയില്ലാന്ന് ചിന്തിക്കുന്ന പലതും അമൂല്യമാണ്, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും തരം താഴ്ത്തി കാണരുത്. അതാണ് ഗോസ്പലിൽ നമ്മളോട് പറയുന്നത്. ഒരു ചെറിയ വിത്ത്, അത് ഒന്നുമില്ല നിങ്ങൾ കരുതുന്ന സമയത്ത് അത് നിങ്ങളറിയാതെ രാത്രിയും പകലും കാവലിരിക്കണം. നിങ്ങളറിയാതെ അതിൽ നിന്ന് ഇല പൊട്ടുകയും അതിൽ നിന്ന് മുള വരികയും പിന്നീട് ധാന്യം വരികയും ചെയ്യും. അതേ കണക്കൊരു ചെറിയ വിത്ത്, അത് വലിയൊരു വടവൃക്ഷമാവും. അതിൽ അനേകർ വന്ന് ചേക്കേറും. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവും. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നത് വെച്ച് നിങ്ങൾ ഒന്നിനെയും വിലയിരുത്തി കളയരുത്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതാണ് ഗോസ്പൽ പഠിപ്പിക്കുന്നത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഏറ്റവും കുഞ്ഞു സംഭവം, കുഞ്ഞു വ്യക്തിത്വം, കുഞ്ഞു ജീവിതങ്ങളൊക്കെ ചില വലിയ അത്ഭുതങ്ങളായി മാറും, വലിയ അനുഗ്രഹങ്ങളായി മാറും. അതുകൊണ്ട് ടേക്ക് കെയർ ഓഫ് ദം. അവരൊക്കെ കുറച്ചും കൂടി ഗൗരവത്തോടെ കാണണമെന്ന് പഠിപ്പിക്കുന്ന ഗോസ്പലാണിത്. കാര്യം, ദൈവരാജ്യം അതുപോലെയാണ്. ഓരോ കുഞ്ഞെന്ന് കാണുന്ന പലതിലും വലിയ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ദൈവം ഈ ഭൂമിയിലെ സൃഷ്ടിച്ചത്. അങ്ങനെ ഓരോ കുഞ്ഞു ജീവിതത്തിനിടയിലും, ഓരോ സൃഷ്ടവസ്തുക്കൾക്കിടയിലും അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച ദൈവം ആ അത്ഭുതങ്ങൾ കാലത്തിൻ്റെ തികവിൽ പുറത്തു കൊണ്ടുവരും. ഇനി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളും വലിയൊരു അത്ഭുതമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്നൊരു കുട്ടിയായിരിക്കാം, ആർക്കും ഒന്നും വിലയില്ലാത്തുന്ന ചെറിയൊരു കടുകുമണിയായിരിക്കാം. എന്നാൽ അതൊരത്ഭുതമായി മാറാൻ ഇനിയും സമയമുണ്ട്. വളരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഉയരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ അത്ഭുതത്തെ പ്രകാശിപ്പിക്കാൻ ദൈവവും റെഡിയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.